ആ മുന്നോട്ടുള്ള യാത്രയിൽ പാലക്കാടും ഞങ്ങളോടൊപ്പം വേണം. അതിന് പാലക്കാടിന്റെ പ്രതിനിധിയായി ഇവിടെ മത്സരിക്കുന്ന ഡോക്ടർ സരിനെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് ഞങ്ങളുടെ ഭാഗമാക്കി അയക്കുക. ഒരു സർക്കാർ നാട്ടിൽ അധികാരത്തിലിരിക്കുന്നത് നാടിൻ്റെ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ്. ആ സമീപനമാണ് LDF സർക്കാർ സ്വീകരിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ നാടിൻ്റെ മാറ്റം തടയപ്പെട്ട അവസ്ഥയായിരുന്നു 2016. നാടിന് മാറ്റമുണ്ടാകണമെങ്കിൽ ആവശ്യമായ പുരോഗതിക്കുതകുന്ന പദ്ധതികൾ നടപ്പാക്കണം. അതിലേറ്റവും പ്രധാനമാണ് നാടിൻ്റെ ഗതാഗത സൗകര്യം വർദ്ധിക്കൽ, ആവശ്യമായ പശ്ചാത്തല സൗകര്യം വർദ്ധിക്കൽ. പക്ഷേ കേരളത്തിലെ 2016 അവസാനിച്ച UDF ഭരണകാലത്ത് നമ്മുടെ നാടിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങളാകെ തകർന്നു കിടക്കുകയായിരുന്നു. എന്തിനധികം പറയുന്നു, നാഷണൽ ഹൈവേ വികസനം. സാധാരണ നിലയിൽ നാഷണൽ ഹൈവേക്ക് ആവശ്യമായ സ്ഥലം എടുത്തു കൊടുക്കേണ്ട ബാധ്യതയാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. അതിൻ്റെ പണം നാഷണൽ ഹൈവേ അതോറിറ്റി കൊടുക്കുന്നതാണ്. സ്ഥലം എടുത്തു കൊടുക്കാൻ തയ്യാറായില്ല കേരളത്തിലെ UDF ഗവൺമെൻറ്. നമ്മുടെ നാഷണൽ ഹൈവേ ആണെങ്കിൽ ആ സമയത്ത് ചില പഞ്ചായത്ത് റോഡുകളേക്കാളും മോശം അവസ്ഥയിലായിരുന്നു. അത്ര വീതി കുറഞ്ഞ സ്ഥലം വരെ ഉണ്ടായിരുന്നു. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ പറയുന്ന സ്ഥലം ഏറ്റെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അപ്പോഴേക്കും നാഷണൽ ഹൈവേ അതോറിറ്റിക്കാർ സ്ഥലം വിട്ടിരുന്നു, ഇവിടെ ഒന്നും നടക്കില്ല എന്ന് കണക്കാക്കിയിട്ട്. അവരെ സമീപിച്ചു, നമുക്ക് ആരംഭിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ UDFൻ്റെ കുറ്റകരമായ അനാസ്ഥക്ക് നാം പിഴയൊടുക്കേണ്ടി വന്നു. അത് കേരളത്തിലെ ഭൂമിയുടെ വില വളരെ കൂടുതലാണ്, ഞങ്ങൾക്ക് ഈ വില കൊടുത്ത് എടുക്കാൻ പറ്റില്ല, നിങ്ങൾ എടുത്തു തരണം എന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടു. നമുക്കത് കഴിയുമായിരുന്നില്ല. ഇന്ത്യയിൽ ഒരിടത്തും അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. എല്ലായിടങ്ങളിലും നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ഭൂമി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ തന്നെ എടുക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. തർക്കമായി. നമ്മളാണെങ്കിൽ വല്ലാത്തൊരു വൈതരണിയിലാണ്. നാഷണൽ ഹൈവേ നമുക്ക് വേണം, ഉപേക്ഷിക്കാൻ പറ്റില്ല. ഈ തർക്കത്തിൻ്റെ ഭാഗമായി നീണ്ടുപോയാൽ അത്രയും വർഷങ്ങൾ പിന്നോട്ട് പോകും. അത് പിന്നീടും പ്രയാസങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ എങ്ങനെയെങ്കിലും പരിഹാരം കാണണം. ചർച്ചയായി, ഒത്തുതീർപ്പ് ചർച്ചയായി. അവസാനം വന്ന നിർദ്ദേശം ഭൂമി വിലയുടെ 25% കേരളം കൊടുക്കണം, സംസ്ഥാനം കൊടുക്കണം. അതെത്രയാണെന്നറിയോ? നമ്മൾ കൊടുക്കേണ്ടി വന്ന് 5600 കോടി രൂപ. ഇത് UDFൻ്റെ കെടുകാര്യസ്ഥക്കുള്ള പിഴയായിരുന്നു. ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും ഇപ്പോഴും ഈ രീതിയിൽ പണം കൊടുക്കേണ്ടി വന്നിട്ടില്ല. നമുക്കാണ് ആ പിഴ വന്നത്. ഇപ്പോൾ കേരളമാകെ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഒരു നാടിൻ്റെ മാറ്റം എങ്ങനെയെന്നുള്ളത് കുറിക്കുന്നത്. ഒരു ഗവൺമെൻറ് മാറ്റം തടയാൻ, മറ്റൊരു ഗവൺമെൻറ് നാടിൻ്റെ മാറ്റത്തിന് വേഗത കൂട്ടാൻ. ഇത് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. ഇത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കാര്യത്തിലും നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ മാത്രമല്ല, വളരെ കാലമായി കിടക്കുന്ന മറ്റൊരു പദ്ധതി ഉണ്ടായിരുന്നു, ഗെയിൽ പൈപ്പ് ലൈൻ. ഗ്യാസ് പൈപ്പിലൂടെ പോകേണ്ടതാണ് കൊച്ചിയിൽ നിന്ന് മംഗലാപുരത്തേക്ക്. പക്ഷേ അനക്കമുണ്ടായില്ല. ഗെയിലുകാർ സ്ഥലം വിട്ടു. 2016 LDF സർക്കാർ വന്നപ്പോൾ ആ പദ്ധതി നടപ്പാക്കാൻ ശ്രമം ആരംഭിച്ചു. ഒന്നും വേണ്ട, സ്ഥലം എടുത്തു കൊടുക്കുകയേ വേണ്ടൂ. അപ്പോൾ സ്ഥലം കൊടുക്കേണ്ടവർ ചില തടസ്സം പറഞ്ഞിരുന്നു. അവരുടെ മുന്നിൽ കാര്യങ്ങൾ ഗവൺമെൻറ് വ്യക്തമാക്കി. അവർ സഹകരിച്ചു, സ്ഥലം എടുത്തു കൊടുത്തു. ഇപ്പോൾ ആ ലൈൻ പൂർത്തിയായി, ഗ്യാസ് പൈപ്പിലൂടെ പോകുന്നു. നമ്മുടെ നാട്ടിലെ ചില അടുക്കളകളിൽ ഇപ്പോൾ ആ ഗ്യാസ് എത്തിക്കഴിഞ്ഞു. സിറ്റി ഗ്യാസ് പദ്ധതിയുടെ ഭാഗമായി അടുക്കളയിലേക്ക് പൈപ്പ് വഴി ഗ്യാസ് എത്തിക്കും. ചിലയിടങ്ങളിൽ എത്തിക്കഴിഞ്ഞു. ഇനി അത് വ്യാപിക്കും. വാഹനങ്ങൾക്കും ഫാക്ടറികൾക്കും മറ്റും ഇന്ധനമായി ഈ ഗ്യാസ് ഉപയോഗിക്കാൻ പറ്റും. LPGയേക്കാളും 30% വിലക്കുറവ് ഈ ഗ്യാസിനുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പാചകവാതകം എന്ന നിലക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ ഭാഗമായുള്ള മെച്ചം ഇനി കിട്ടാൻ പോവുകയാണ്. 2016 LDF സർക്കാർ ആയിരുന്നില്ലെങ്കിൽ ഇത് നടക്കുമായിരുന്നോ? ഇതാണ് നാം ചിന്തിക്കേണ്ട കാര്യം. നാടിന് മാറ്റം, ആ മാറ്റം വളരെ പ്രധാനമാണ്. പുരോഗതിയിലേക്ക് നമുക്ക് കുതിക്കാൻ പറ്റണം. അതാണ് നാടും ജനങ്ങളും ആഗ്രഹിക്കുന്നത്. ഇവിടെ എടമൺ കൊച്ചി പവർ ഹൈവേ നമ്മുടെ നാട്ടിലേക്ക് വൈദ്യുതി വരാനുള്ളൊരു ലൈനാണ്. ആ പണി ആരംഭിച്ചു. പവർ ഗ്രിഡ് കോർപ്പറേഷനാണ് പണി തുടങ്ങിയത്. കേരളത്തിലൊരു പ്രത്യേക സ്ഥലം വരെ എത്തി. പിന്നെ അനക്കമില്ല. കാരണം അവിടെ ചിലർ അതിനെ എതിർത്തവർ വേണ്ടപ്പെട്ടവരായതുകൊണ്ട് അവിടെ കടന്നു. പവർ ഗ്രിഡ് കോർപ്പറേഷൻ നിരവധി തവണ അന്നത്തെ ഗവൺമെൻറ്റിനെ സമീപിച്ചു. അനക്കമില്ല. അവർ നാട് വിട്ടു. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നു. ആ ലൈൻ പൂർത്തിയാക്കാനുള്ള ശ്രമം ആരംഭിച്ചു. പവർ ഗ്രിഡ് കോർപ്പറേഷനെ തിരിച്ചു വിളിച്ചു. അപ്പോൾ തടസ്സപ്പെടുത്തിയവർ വീണ്ടും രംഗത്ത് വന്നു. അവരോട് അഭ്യർത്ഥിച്ചു, നിങ്ങൾ തടസ്സം നിൽക്കരുത്, ഇത് നാടിന് ആവശ്യമുള്ളൊരു പദ്ധതിയാണ്. പക്ഷേ അവരാണ് കേമന്മാരെന്നാണ് അവർ ധരിച്ചത്. അവരെ അഭ്യർത്ഥന കേട്ടില്ല, തടസ്സപ്പെടുത്തി. വീണ്ടും അഭ്യർത്ഥിച്ചു, കേൾക്കാൻ തയ്യാറില്ല. പിന്നെ എന്തു ചെയ്യും?
ഒരു കൂട്ടരുടെ വാശിക്ക് മുന്നിൽ പദ്ധതി ഉപേക്ഷിക്കാൻ പറ്റുമോ? അപ്പോൾ ഗവൺമെൻറ് എന്താണെന്ന് അവർക്ക് മനസ്സിലായി, പദ്ധതി പൂർത്തിയായി. ഇപ്പോൾ ആ ലൈനിലൂടെ വൈദ്യുതി പ്രവഹിക്കുകയാണ്. ഇവിടെ നമ്മളൊരു കാര്യം സങ്കല്പിച്ച് നോക്കൂ. 2016 LDF അല്ല UDF ആണ് അധികാരത്തിൽ തുറന്നത് എന്ന് വിചാരിക്കുക. ഈ പറഞ്ഞ എന്തെങ്കിലും കാര്യത്തിൽ മാറ്റം ഉണ്ടാകുമായിരുന്നോ? നമ്മുടെ നാടിൻ്റെ തകർച്ച എത്രമാത്രം വേഗതയിലാകുമായിരുന്നു? ഇത് മാത്രമല്ല, എന്തെല്ലാം കാര്യങ്ങൾ. ഇതാണ് വ്യത്യാസം. നാടിൻ്റെ മാറ്റത്തിന്, പുരോഗതിക്ക് അതിൻ്റെ ഉത്തരവാദിത്വമാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. അത് നിർവഹിക്കാൻ സന്നദ്ധമാണോ? എന്താണ് പ്രശ്നം? ഇത് നാടിൻ്റെ ആവശ്യം കണ്ടറിഞ്ഞുള്ള പദ്ധതികൾ കൂടി വേണം. ഇപ്പോൾ നമുക്കറിയാലോ, കേരളത്തിൻ്റെ ഒരു ഭാഗത്ത് മലയോര ഹൈവേ പൂർത്തിയാവുകയാണ്, വേറൊരു ഭാഗത്ത് തീരദേശ ഹൈവേ പൂർത്തിയാവുകയാണ്. 10,000 കോടി രൂപയാണ് ഈ രണ്ടിനും വേണ്ടി ചെലവ് വരുന്നത്. ആ 10,000 കോടിയും സംസ്ഥാന സർക്കാരാണ് ചെലവിടുന്നത്. കിഫ്ബിയിലൂടെയാണ് നാം ആ പണം കണ്ടെത്തുന്നത്. ആ പ്രവൃത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ മറ്റൊരു സവിശേഷ പദ്ധതി, കേരളത്തിൽ കോവളം മുതൽ കാസർഗോഡ് ബേക്കൽ വരെ നീളുന്നൊരു ജലപാത. ആ ജലപാത വലിയ തോതിൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതായിരിക്കും. നമ്മുടെ നാട് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണല്ലോ വിളിപ്പേര്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് 600 കിലോമീറ്ററോളം ഒരു ബോട്ടിൽ സഞ്ചരിക്കാൻ കഴിയുക എന്നത് അങ്ങേയറ്റത്തെ ഹരമായിരിക്കും. ആ പദ്ധതി അതിവേഗം പൂർത്തിയാക്കാനുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നത്. ഒരു ഭാഗം ദേശീയ ജലപാതയാണ്, ബാക്കി സംസ്ഥാനമാണ് പൂർത്തിയാക്കുന്നത്. അത് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും മാസം കഴിയുമ്പോൾ കോവളം മുതൽ ചേറ്റുവ വരെ നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ കഴിയും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. ഇതാണ് മാറ്റമെന്ന് പറയുന്നത്. നാടിൻ്റെ മാറ്റത്തിന് ഉപയുക്തമായ നടപടികൾ സ്വീകരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. നമ്മുടെ ആരോഗ്യരംഗം ഏത് തരത്തിലാണ് മാറിയത്? എത്ര വലിയ മാറ്റമാണ്! 2016 ആശുപത്രികളെടുത്താൽ ഡോക്ടറില്ല, നേഴ്സില്ല, സ്റ്റാഫില്ല, മരുന്നില്ല, മറ്റാവശ്യമായ കാര്യങ്ങളൊന്നുമില്ല എന്നതായിരുന്നില്ലേ പൊതുവായ അവസ്ഥ? അത് മാറിയില്ലേ? 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആർദ്രം മിഷൻ നടപ്പാക്കി. നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിച്ചു, നേഴ്സ് കൂടി, ലാബ് സൗകര്യം അവിടെ വന്നു. അവിടെ നല്ല രീതിയിൽ ആളുകൾക്ക് ആശ്രയിക്കാവുന്ന ഒരാശുപത്രി എന്ന നില വന്നു. ഇത് മാത്രമാണോ? നമ്മുടെ താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രി, ഇവയെല്ലാം സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളുള്ളവയായിട്ട് മാറി. ഒരു ഘട്ടത്തിൽ ഒരു നേതാവ് ഒരു ജില്ലയിൽ എത്തിപ്പെടുകയാണ്. അപ്പോൾ ആവശ്യമായ വലിയ സൗകര്യങ്ങൾ ആരോഗ്യരംഗത്ത് അന്ന് അവിടെ ഇല്ല. അദ്ദേഹത്തിനൊരു ഹാർട്ട് പ്രോബ്ലം വന്നു. അപ്പോൾ ജില്ലാ ആശുപത്രി നല്ല രീതിയിൽ സജ്ജമായിരുന്നു. അവിടെ പോയപ്പോൾ അദ്ദേഹത്തിന് നല്ല ചികിത്സ കിട്ടി. ഇത് നാടിൻ്റെ പൊതുവായ അനുഭവമാണല്ലോ. എത്രയോ ആളുകൾ ഇന്ന് ഈ ആശുപത്രികളെ അഭയം പ്രാപിക്കുകയാണല്ലോ. വലിയ തോതിൽ മെഡിക്കൽ കോളേജ് ആശുപത്രികളോ അതേ വികസനത്തിന് വേണ്ടിയുള്ള പൊതുവായ മാസ്റ്റർ പ്ലാൻ നല്ല രീതിയിൽ നടപ്പാക്കപ്പെടുകയാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയെക്കുറിച്ച് പറയുമ്പോൾ പാലക്കാട് മെഡിക്കൽ കോളേജിനെ കുറിച്ച് നാം പ്രത്യേകം ഓർക്കണം. 2016 എന്തൊരു ദുരവസ്ഥയിലായിരുന്നു അത്. അതിന് ജീവശ്വാസം കിട്ടിയത് അന്നത്തെ LDFിലെ മന്ത്രിയായിരുന്ന സഖാവ് AK ബാലനാണല്ലോ അതിൻ്റെ ചുമതല വഹിച്ചിരുന്നത്. അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ്റിലടക്കം സമ്മർദ്ദം ചെലുത്തി ആവശ്യമായ അംഗീകാരങ്ങൾ വാങ്ങുകയായിരുന്നല്ലോ. ഇപ്പോൾ അതേ രീതിയിൽ കൂടുതൽ മികവിലേക്ക് ആ സ്ഥാപനം ഉയരുകയാണല്ലോ. കേരളത്തിലെ ആരോഗ്യരംഗം ഏത് രീതിയിലാണ് മാറിയത്? ആ മാറ്റത്തിൻ്റെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ലോകം അതിന് സാക്ഷിയുമാണ്. കാരണം കോവിഡ് മഹാമാരി ലോകത്തെ ആകെ മുട്ടുകുത്തിച്ചു. പക്ഷേ കോവിഡ് മഹാമാരിയുടെ മൂർധന്യ ദശയിൽ പോലും നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യമേഖല ഒരുക്കിയ സൗകര്യങ്ങളെ മറികടന്നു പോകാൻ കോവിഡിന് കഴിഞ്ഞില്ല. ആ മൂർധന്യ ദശയിലും ആവശ്യമായത്ര ബെഡുകൾ ആശുപത്രിയിലുണ്ടായിരുന്നു, ഒഴിവുണ്ടായിരുന്നു. ആവശ്യമായത്ര ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു. ആവശ്യമായത്ര ICU ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു. ആവശ്യമായത്ര വെന്റിലേറ്ററുകൾ ഒഴിവുണ്ടായിരുന്നു. ലോകത്തെ വലിയ സമ്പന്ന രാഷ്ട്രങ്ങൾ എന്ന് പറയുന്ന പേരുകേട്ട രാഷ്ട്രങ്ങളിൽ പോലും ഇതൊന്നും ഇല്ലായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം. അവിടെയാണ് ഈ കേരളം കോവിഡിന് മുന്നിൽ മുട്ടുകുത്താതിരുന്നത്. ലോകം അത്ഭുതാതരങ്ങളോടെയാണ് കേരളത്തെ നോക്കിക്കണ്ടത്. എങ്ങനെയാണ് നമുക്കതിന് സാധിച്ചത്? കോവിഡ് വരുമെന്ന് കണക്കാക്കി ഒരുങ്ങിയതല്ല നാം നമ്മുടെ നാട്ടിലെ ജനങ്ങളെയാണ് കണ്ടത്. ആ ജനങ്ങൾക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തണം. അതിനു പറ്റും വിധമാണ് നമ്മുടെ ആശുപത്രികൾ സജ്ജമായത്. ആ ഘട്ടത്തിലാണ് കോവിഡ് വന്നത്. അതിൻ്റെ മുന്നിൽ നമ്മൾ മുട്ടുമടക്കേണ്ടി വന്നില്ല. ഇവിടെ 2016 UDF ആയിരുന്നു തുറന്നിരുന്നുവെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുക? നമ്മുടെ നാടാകെ, ആരോഗ്യ മേഖലയാകെ തകർന്നു പോയിട്ടുണ്ടാവും. നമ്മുടെ വിദ്യാഭ്യാസ രംഗം ഏത് രീതിയിലുള്ള മാറ്റമാണ്? വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭ്യാസ രംഗം എന്നത് 2016
എല്ലാവരും വേദനയോടെ നോക്കിക്കണ്ടതല്ലേ? പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിൽ കുട്ടികളല്ലേ കൊഴിഞ്ഞുപോയത്? എത്രയോ സ്കൂളുകൾ പൂട്ടിപ്പോകുന്നു. പൂട്ടാനുള്ള സ്കൂളുകളുടെ വലിയൊരു ലിസ്റ്റ്. ഇങ്ങനെ പോയാൽ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഇല്ലാതാകും. പണ്ട് ഇവിടെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുമായിരുന്നു. LDF സർക്കാർ മാറ്റം കുറിച്ചില്ലേ? LDF പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുന്നതിന്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞു. സർക്കാർ അതിന്റെ നടപടികൾ സ്വീകരിച്ചു. നാടാകെ ഒന്നായി നിന്നു. സ്കൂളുകൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷാകർത്താക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, നാട്ടുകാർ, പഞ്ചായത്തുകൾ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ എല്ലാം ഒന്നിച്ചണി നിറന്നു. എവിടെയെത്തി? ഇന്ന് ഇന്ത്യ രാജ്യത്ത് പൊതുവിദ്യാഭ്യാസ മേഖല കേരളം നമ്പർ 1 എന്ന് ആര് പറയുന്നു? നീതി ആയോഗ് പറയുന്നു. ഇതാണ് അവസ്ഥ. ഇത് നമ്മളല്ലായിരുന്നുവെങ്കിൽ, LDF അധികാരത്തിൽ വന്നിരുന്നില്ല എങ്കിൽ ഇത് സാധിക്കുമായിരുന്നോ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇപ്പോ ഉന്നത വിദ്യാഭ്യാസ മേഖല നല്ല രീതിയിൽ തയ്യാറെടുക്കുകയാണ്. എന്തായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ അവസ്ഥ? 2016 നമ്മുടെ യൂണിവേഴ്സിറ്റികൾ, രാജ്യത്തെ യൂണിവേഴ്സിറ്റികളെ ആകെ എടുത്താൽ വളരെ പിറകിലായിരുന്നു. ആദ്യത്തെ 100-ൽ ഒരു യൂണിവേഴ്സിറ്റിയും ഉണ്ടായിരുന്നില്ല. 100 കഴിഞ്ഞുള്ള നമ്പറുകളിലാണ് നമ്മൾ കടന്നത്. നാം നമ്മുടെ നിലപാട് പ്രഖ്യാപിച്ചു. അത് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി കേരളത്തെ മാറ്റുമെന്നാണ്. 2021 പ്രഖ്യാപിക്കുന്നെങ്കിലും അതിനു മുൻപ് തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ LDF ഗവൺമെന്റ് ആരംഭിച്ചു. ഈ പറഞ്ഞ 100-നപ്പുറത്തുള്ള നമ്പർ എവിടെയെത്തി? രാജ്യത്തെ NAC അക്രഡിറ്റേഷനിൽ നമ്മുടെ സംസ്ഥാനത്തെ 8 യൂണിവേഴ്സിറ്റികളുണ്ട്. വലിയ തോതിൽ കോളേജുകളുണ്ട്. ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയും ഗാന്ധിജി യൂണിവേഴ്സിറ്റിയും A++ ഗ്രേഡ് നേടി. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയും കാലടി യൂണിവേഴ്സിറ്റിയും A+ ഗ്രേഡ് നേടി. ഇതൊന്നും നേരത്തെ ഊഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. കേരളത്തിലെ രാജ്യത്തെ കോളേജുകളുടെ ഗ്രേഡ് അനുസരിച്ച് തരംതിരിച്ചു. അങ്ങനെ തരംതിരിച്ചപ്പോൾ 9-ാം സ്ഥാനത്ത് കേരള യൂണിവേഴ്സിറ്റി, 10-ാം സ്ഥാനത്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി, 11-ാം ഗ്രേഡിൽ ഗാന്ധിജി യൂണിവേഴ്സിറ്റി, 43-ൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. മാറ്റമല്ലേ ഇത്? കോളേജുകൾ, രാജ്യത്തെ 100 കോളേജുകൾ, ആ 100 കോളേജുകളിൽ 16 എണ്ണം നമ്മുടെ കേരളത്തിലുള്ളത്. അതിൽ 4 എണ്ണം സർക്കാർ കോളേജുകൾ. ആ 4-ൽ 1 നിങ്ങളുടെ വിക്ടോറിയ കോളേജ്. മാറ്റമല്ലേ ഇത്? നമ്മുടെ രാജ്യത്തെ 300 കോളേജുകളിൽ 4-ൽ 1 കേരളത്തിലേത്. ഇതാണ് കാണേണ്ടത്. ഇതാണ് അവസ്ഥ. നമ്മുടെ നാടിനെ ഈ മാറ്റം ഉണ്ടാകുമായിരുന്നോ? 2016-ൽ LDF എല്ലാ അധികാരത്തിൽ വന്നെങ്കിൽ ഇത്തരമൊരു മാറ്റം സംഭവിക്കുമായിരുന്നോ? ഇതാണ് നാം ചിന്തിക്കേണ്ട കാര്യം. അപ്പോൾ മാറ്റത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആ മാറ്റത്തിൻ്റെ വക്താവായി ഇവിടെ മത്സരിക്കുന്ന ഡോക്ടർ സരിൻ ഇങ്ങോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ദൗത്യം ഈ നാടിൻ്റെ മാറ്റത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തോടൊപ്പം ചേർന്ന് മാറുക എന്നതാണ് പാലക്കാടും സ്വീകരിക്കുന്ന നിലപാട്. അതുകൊണ്ട് ഇപ്പം തൽക്കാലം നമുക്ക് സരിനെ സ്വീകരിക്കാം. ഇതാണ് നാം ആലോചിക്കേണ്ടത്. ഇവിടെ LDF ആയിരുന്നില്ല എങ്കിൽ ഈ പറയുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുമായിരുന്നില്ല. ആ മാറ്റം സംഭവിച്ചത് 2016-ൽ LDF അധികാരത്തിൽ വന്നുകൊണ്ടാണ്. ഇവിടെ നിൽക്കുന്നില്ല. നമ്മുടെ നാടിനെ ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ വൻപിച്ച പുരോഗതിയാണ്. ഈ കാര്യത്തിൽ നാം നല്ല നിലക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യം ഒരു മഹാരാജ്യമാണല്ലോ. ആ മഹാരാജ്യത്ത് ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നമ്മുടേതാണ്, കേരളത്തിൻ്റെതാണ്. കേരളമാണ് അത് സ്ഥാപിച്ചത്. ഈ രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് നമ്മുടേതാണ്, കേരളത്തിൻ്റെതാണ്. ഇന്നത്തെ ലോകത്ത്, ആധുനിക ലോകത്ത് ഗ്രഫീൻ, അത്തരത്തിലുള്ള ഗ്രഫീൻ മേഖലയിലുള്ള ഇടപെടൽ, ഗ്രഫീൻ ഇന്നൊവേഷൻ സെന്റർ നമ്മുടെ കേരളത്തിൽ നാം ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് നിരവധി സാംക്രമിക രോഗങ്ങൾ ഇടക്കിടക്ക് വരുന്നു. ആ വൈറസിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം. നമ്മൾ ചെയ്തത് അതിനുവേണ്ടി ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കലാണ്. ആ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ മാത്രം നിൽക്കുന്ന ഒന്നായിരിക്കില്ല. ദേശീയ തലത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്ന്, അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം നേടുന്ന ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് നമ്മുടെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് മാറാൻ പോകുന്നത്. നമ്മുടെ നാട് ആയുർവേദ മേഖലയിൽ പ്രശസ്തമാണ്. ആ ആയുർവേദ രംഗം നല്ല രീതിയിൽ ഗവേഷണങ്ങൾ നടക്കേണ്ട ഒരു മേഖലയാണ്. അതിനുള്ളൊരു സ്ഥാപനം എല്ലാ മികവോടും കൂടി സ്ഥാപിക്കപ്പെടുന്നു. ആദ്യഘട്ടം
ഏതാനും മാസം കൊണ്ട് പൂർത്തിയാക്കാനാണ് പോകുന്നത്. ഇങ്ങനെയുള്ള വിവിധ മേഖലകളിലെ ഇടപെടൽ, ഇവിടെ ജിനോം ഡാറ്റാ സെന്റർ, അതേപോലെ തന്നെ മെഡിക്കൽ ടെക്നോളജി കൺസോർഷ്യം, ഇതെല്ലാം യാഥാർത്ഥ്യമാക്കാനുള്ള നടപടിയാണ് നാം സ്വീകരിച്ചു പോകുന്നത്. നിരവധി മികവിൻ്റെ കേന്ദ്രങ്ങൾ, 30 കേന്ദ്രങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് വരാൻ പോകുന്നു. 10 എണ്ണം യാഥാർത്ഥ്യമാകുന്നു. അതിലെ മൈക്രോബയോം, ന്യൂട്രാസ്യൂട്ടിക്കൽസ്, വലിയ തോതിൽ രാജ്യവും ലോകവും ശ്രദ്ധിക്കുന്ന തരത്തിൽ ഈ മേഖലയിൽ നാം ഇടപെടുകയാണ്. നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ സയൻസ് പാർക്കിനും പുറമെ 3 സയൻസ് പാർക്കുകൾ കേരളത്തിൽ വരികയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ കേരളം ഒരു വിജ്ഞാന ഉൽപാദന കേന്ദ്രമായി മാറുന്നു. പൂർണ്ണമായ ഒരു വിജ്ഞാന സമൂഹമാക്കി കേരളത്തെ മാറ്റലാണ് നാം ഉദ്ദേശിക്കുന്നത്. ആ തരത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ തുറന്നു പോകുന്നത്. നമുക്കറിയാം, കേരളം സോഫ്റ്റ്വെയർ ഉൽപാദനത്തിൽ വലിയ മികവ് നേരത്തെ നേടിയിട്ടുണ്ട്. ഇപ്പോൾ ഹാർഡ്വെയർ ഉൽപാദന രംഗത്തും നമ്മൾ നല്ലതുപോലെ ഇടപെടുകയാണ്. അതോടൊപ്പം തന്നെ സോളാർ പാനൽ നാം ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നു. ലിഥിയം ബാറ്ററി നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നു. വലിയ മാറ്റം കേരളത്തിൻ്റെതാണിതൊക്കെ. ഈ കേരളം ആ രീതിയിൽ മാറണമെന്നാണ് നമ്മുടെ യുവത ആഗ്രഹിക്കുന്നത്. ഉൽപ്പതിഷ്ണുക്കളായ യുവാക്കളുടെ അഭിലാഷങ്ങൾക്കനുസരിച്ചുള്ള ഒരു കേരളം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ് നാം ഏർപ്പെട്ടിരിക്കുന്നത്. ഇവിടെ അതിനനുസൃതമായി വ്യാവസായിക രംഗം നല്ലതുപോലെ അഭിവൃദ്ധിപ്പെട്ടു പോവുകയാണ്. വ്യാവസായിക മേഖലയെക്കുറിച്ച് പറയുമ്പോൾ കേരളം വ്യവസായത്തിന് പറ്റിയ നാടല്ല എന്നൊരു ചിന്തയാണ് പൊതുവേ നേരത്തെ ഉണ്ടായിരുന്നത്. അത് നിക്ഷേപ സൗഹൃദമല്ല. അതിൻ്റെ റാങ്കിംഗ് ഒക്കെ എടുത്താൽ നമ്മൾ വളരെ പിറകിലായിരുന്നു. ഇപ്പോഴോ എന്താ സംഭവിച്ചത്? 2016 LDF അധികാരത്തിൽ വന്നപ്പോൾ നമ്മുടെ നാടിൻ്റെ ഈ ദുരവസ്ഥക്ക് മാറ്റം കുറിക്കണ്ടേ എന്ന് ആലോചിച്ചു. എങ്ങനെ നിക്ഷേപ സൗഹൃദ കാര്യങ്ങളിൽ മെച്ചപ്പെട്ട അന്തരീക്ഷം ഉണ്ടാക്കാൻ പറ്റും? പരിശോധിച്ചപ്പോൾ ചില നിയമങ്ങൾ മാറണം, ചില ചട്ടങ്ങൾ മാറണം, മറ്റു ചില മാറ്റങ്ങൾ വരണം. എല്ലാം പൂർത്തിയാക്കി. നിയമം മാറി, ചട്ടം മാറി, മറ്റു മാറ്റങ്ങൾ പ്രാവർത്തികമായി. ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് നിക്ഷേപ സൗഹൃദ കാര്യത്തിൽ കേരളം നമ്പർ 1 എന്ന നില ആർജിച്ചു കഴിഞ്ഞു. ഇതാണ് നാം, നമ്മുടെ നാട്, നമ്മുടെ ജനങ്ങൾ. ഈ നാടിനും ജനങ്ങൾക്കും നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്നതാണ് അവസ്ഥ. കാരണം അത്ര കണ്ട് പ്രത്യേകതയുള്ളൊരു നാടും ജനങ്ങളുമാണിത്. നാടിൻ്റെ ഒരുമയും ഐക്യവും, ജനങ്ങളുടെ ഒരുമയും ഐക്യവും, ആ ഒരു നാടിന് എന്തും നേടാനാകും. അതാണ് നമ്മുടെ അനുഭവം തെളിയിക്കുന്നത്. ഇപ്പോൾ വലിയ തോതിൽ നമ്മുടെ നാടിൻ്റെ വ്യാവസായിക രംഗത്ത് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ടൂറിസം മേഖല വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. IT മേഖല, നമ്മുടെ യുവാക്കൾ നല്ലതുപോലെ ആഗ്രഹിക്കുന്ന ഒന്നാണ് IT മേഖലയുടെ വളർച്ച. ഇവിടെ വലിയ കുതിച്ചുചാട്ടം IT മേഖലയിൽ ഉണ്ടായിരിക്കുന്നു. 2016 ഇപ്പോഴും താരതമ്യപ്പെടുത്തിയാൽ കാണാൻ സാധിക്കുക, 2016 IT പാർക്ക് വഴിയുള്ള കയറ്റുമതി 9,753 കോടി രൂപയായിരുന്നു. ഇപ്പോഴ് കഴിഞ്ഞ വർഷം 2023 അത് 9,753 നിന്ന് 20,000 കോടി രൂപയായി വർദ്ധിച്ചു. വലിയ മാറ്റം. സർക്കാർ IT പാർക്കുകളിൽ ഉണ്ടായിരുന്ന കമ്പനികളുടെ എണ്ണം 2016 640 ആയിരുന്നു. 640ന്റെ സ്ഥാനത്ത് ഇപ്പോൾ അത് 10,106 കമ്പനികളാണ്. ലോക പ്രശസ്തമായ കമ്പനികളെല്ലാം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ മാറ്റം IT രംഗത്ത് സംഭവിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിൽ വലിയ പങ്കാണ് IT മേഖല വഹിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ സ്റ്റാർട്ടപ്പ് രംഗം, സ്റ്റാർട്ടപ്പിൻ്റെ ഒരു പറുദീസയായി കേരളം മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ 300 ഉണ്ടായിരുന്ന സ്റ്റാർട്ടപ്പുകൾ ഇപ്പോഴത് 5,500 വർദ്ധിച്ചിരിക്കുകയാണ്. വലിയ മാറ്റം ഈ രംഗങ്ങളിലെല്ലാം സംഭവിക്കുകയാണ്. 2026 15,000 സ്റ്റാർട്ടപ്പുകളാണ് നാം ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ഭാഗമായി 1,00,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതേ സമയം കാർഷിക മേഖലയിലും വലിയ തോതിലുള്ള ഇടപെടലാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നെൽകൃഷി വലിയ തോതിൽ വ്യാപിപ്പിക്കാനുള്ള ശ്രമം നടന്നു. നെൽകൃഷി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ വിസ്തീർണം വലിയ തോതിൽ വർദ്ധിച്ചു. നേരത്തെ 1,70,000 ഹെക്ടർ സ്ഥലത്തായിരുന്നു നെൽകൃഷി ഉണ്ടായിരുന്നത്. അതിപ്പോൾ 2,50,000 ഹെക്ടറായിട്ട് വർദ്ധിച്ചു. അതേപോലെ തന്നെ ഉൽപാദനക്ഷമത വലിയ തോതിൽ വർദ്ധിച്ചു. നമ്മുടെ നെല്ല് സംഭരിക്കുന്നതിൽ ഏറ്റവും മികവാർന്ന നിലപാട് സ്വീകരിക്കുകയാണ് കേരളത്തിൽ. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച്
ഈ വർഷത്തെ നെല്ല് സംഭരണം വലിയ തോതിൽ കൂടിയിരിക്കുകയാണ്. അതേസമയം നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് പരിഹാരം കാണേണ്ട ചില പ്രശ്നങ്ങളുണ്ട് എന്ന് ഗവൺമെൻറ് പൂർണ്ണമായും തിരിച്ചറിയുന്നു. ആ പ്രശ്നങ്ങൾ അതിൻ്റേതായ ഗൗരവത്തിൽ തന്നെ പരിഹരിക്കുന്നതിനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കുക എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ കേരളത്തിൻ്റെ വികസന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറാൻ പോകുന്നതാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ കോറിഡോർ. നേരത്തെ ചെന്നൈ ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി പ്രഖ്യാപിച്ചിരുന്നു. ആ ചെന്നൈ ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി കോയമ്പത്തൂർ വഴി കൊച്ചിയിലേക്ക് നീട്ടണം എന്ന ആവശ്യം LDF സർക്കാരാണ് കേന്ദ്ര ഗവൺമെൻറ് മുൻപാകെ ഉന്നയിച്ചത്. അത് 2019 ജൂൺ 13 ആ ആവശ്യം കേന്ദ്ര ഗവൺമെൻറ് മുൻപാകെ വെച്ചത്. കേന്ദ്ര ഗവൺമെൻറ് അത് അംഗീകരിച്ചു. 2019 ആഗസ്റ്റിൽ ചെന്നൈ ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി കൊച്ചിയിലേക്ക് നീട്ടാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായി. അതിൻ്റെ ഭാഗമായി കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി നിർമ്മിക്കാൻ ഉള്ള ശ്രമം നാം ആരംഭിച്ചു. ആദ്യം ആവശ്യം അതിന് വേണ്ട സ്ഥലം ഏറ്റെടുക്കലാണ്. അത് 2022 ജൂലൈ ആകുമ്പോഴേക്കും ആവശ്യമായതിൻ്റെ 85% സ്ഥലവും ഏറ്റെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇതിൻ്റെ ഭാഗമായാണ് ഇവിടെ പാലക്കാടുള്ള ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ ഒരുങ്ങുന്നത്. നമ്മുടെ ഈ ക്ലസ്റ്ററിന് വേണ്ടി 1710 ഏക്കർ ഭൂമിയാണ് റിക്കാർഡ് വേഗതയിൽ നാം ഏറ്റെടുത്തത്. നിങ്ങൾക്കെല്ലാവർക്കും അതിനെപ്പറ്റി അറിയാവുന്നവരായിരിക്കും. പുതുശ്ശേരി സെൻട്രലിൽ 1137 ഏക്കർ, പുതുശ്ശേരി വെസ്റ്റിൽ 240 ഏക്കർ, കണ്ണമ്പ്രയിൽ 313 ഏക്കർ. ഇതെല്ലാം ഏറ്റെടുത്ത് കഴിഞ്ഞു. 1790 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ഇതിനുവേണ്ടി ചെലവഴിച്ചത്. കണ്ണഞ്ചിപ്പിക്കുന്ന പുരോഗതിയാണ് ഇവിടെ വരാൻ പോകുന്നത്. 3806 കോടി രൂപ ചെലവ് വരുന്ന പാലക്കാട് ഈ ക്ലസ്റ്ററിൻ്റെ പകുതി സംഖ്യ അത് സംസ്ഥാന സർക്കാരാണ് വഹിക്കുക. ക്ലസ്റ്ററിന് ആവശ്യമായ പാരിസ്ഥിതികാനുമതിയെല്ലാം ലഭിച്ചു കഴിഞ്ഞു. ഇവിടെ മാനുഫാക്ചറിംഗ് മേഖലയിൽ വലിയ തോതിൽ ഉത്തേജനം പകരുന്ന നിരവധി പദ്ധതികളാണ് ഈ ക്ലസ്റ്ററിൽ ഉണ്ടാവുക. പദ്ധതിയുടെ വലിയൊരു ലിസ്റ്റ് ഉണ്ട്, അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. അപ്പോൾ നാടിൻ്റെ മാറ്റത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കുറേ മാറി, ഇനിയും മാറ്റം വരേണ്ടതായിട്ടുണ്ട്, കൂടുതൽ മാറ്റം വരേണ്ടതായിട്ടുണ്ട്. ആ മാറ്റത്തിൻ്റെ ഒരു വഴിയാണ് ഈ പറയുന്ന പാലക്കാട് ക്ലസ്റ്റർ. വലിയ തോതിൽ തൊഴിലവസരം ഉറപ്പുവരുത്തുന്ന ഒന്നായി ഇത് മാറാനാണ് പോകുന്നത്. വൻപിച്ച തോതിലുള്ള വികസന സാധ്യത. നമ്മൾ ഇവിടം കൊണ്ട് നിർത്താനല്ല, നാടിനിയും മുന്നോട്ട് പോകണം, ഇനിയും പുരോഗതി പ്രാപിക്കണം. നമ്മുടെ ലോകം വിവിധ മേഖലകളിലുള്ള വിജ്ഞാനം വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ വിവിധ മേഖലകളിലെ വിജ്ഞാനം നമുക്ക് സ്വാംശീകരിക്കാൻ കഴിയണം. അങ്ങനെ നമ്മുടെ സമൂഹം ഒരു വിജ്ഞാന സമൂഹമായി മാറുക. അതേസമയം നമ്മുടെ കേരളത്തിലെ ജനവിഭാഗങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ടുള്ള ഇടപെടൽ, ക്ഷേമ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഭാഗമാണ് 600 രൂപയുണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ 1600 രൂപയാക്കി LDF സർക്കാർ വർദ്ധിപ്പിച്ചത്. അത് കൊടുക്കാതിരിക്കാൻ ഇടപെടൽ കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടായി. അതിൻ്റെ വിഷമം നമുക്ക് അനുഭവിക്കേണ്ടി വന്നു. കുറച്ച് മാസം മുടങ്ങുന്ന അവസ്ഥയുണ്ടായി. അവസാനം സംസ്ഥാന സർക്കാർ നിയമസഭയിൽ പരസ്യമായി പ്രഖ്യാപിച്ചു, എല്ലാ മാസവും മുടക്കമില്ലാതെ പെൻഷൻ കൊടുത്തിരിക്കും. മാത്രമല്ല, മുടങ്ങിപ്പോയ പെൻഷൻ അത് ഈ 2 വർഷം കൊണ്ട്, ഈ വർഷം 2 മാസം, അടുത്ത വർഷം 3 എണ്ണം, ആ 5 ഗഡുക്കളും ഈ 2 വർഷം കൊണ്ട് കൊടുത്തു തീർക്കും. ഇനി അങ്ങോട്ട് ഒരു തരത്തിലുള്ള മുടക്കവും ഉണ്ടാവില്ല. LDF നേരത്തെ പറഞ്ഞിട്ടുണ്ട് 1600 അവസാനമെന്ന്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ തരത്തിലുള്ള നടപടികളും ഇതിൻ്റെ തുടർച്ചയായി ഉണ്ടാകുമെന്ന് LDF നേരത്തെ തന്നെ വാഗ്ദത്തം ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ രാജ്യം ദരിദ്രാവസ്ഥയിൽ 105-ാം സ്ഥാനത്താണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പരമദയനീയാവസ്ഥയാണത് കാണിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് രാഷ്ട്രങ്ങളേ ഉള്ളൂ. നമ്മുടെ തൊട്ടുകിടക്കുന്ന അനേകം രാഷ്ട്രങ്ങളെ നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. ഒരിടവും നമ്മുടെ പറകിലില്ല. നമ്മുടെ എത്രയോ മുന്നിലാണ് അവരൊക്കെ. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു അവസ്ഥയായത്? രാജ്യത്ത് നടപ്പാക്കുന്ന നയം ഇപ്പോൾ മോദി ഗവൺമെന്റ് നടപ്പാക്കുന്നു, നേരത്തെ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് നടപ്പാക്കി. കോൺഗ്രസിനും BJPക്കും ഒരേ നയം. അതിൻ്റെ ഭാഗമാണിത്. പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരീകരിക്കുക, സമ്പന്നരെ അതിസമ്പന്നരാക്കി മാറ്റുക. ഇതാണ് രാജ്യത്തിൻ്റെ പൊതുവായ സ്ഥിതി. നാം എപ്പോഴും അവകാശപ്പെടാറുണ്ട് ബദൽ നയം കേരളത്തിൽ നടപ്പാക്കുന്നുവെന്ന്.
എന്താണ് ബദൽ നയം? എല്ലാ കാര്യങ്ങളിലേക്കും ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. ഈ അതിദാരിദ്ര്യാവസ്ഥയുടെ കാര്യത്തിലുള്ള നടപടി നമുക്ക് നോക്കാം. കേരളത്തിൽ 64,006 അതിദരിദ്ര കുടുംബങ്ങളാണ്. 2 വർഷം മുൻപ് സർക്കാർ പ്രഖ്യാപിച്ചു ഈ അതിദരിദ്ര കുടുംബങ്ങളെ ആകെ 3 വർഷം കൊണ്ട് അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തരാക്കും. ആദ്യ വർഷം നല്ല ഭാഗം മുക്തരായി. ഈ വർഷമായപ്പോൾ കുറെ കൂടി കൂടുതലായി. അടുത്ത വർഷം 2025 നവംബർ 1 കേരളം എന്ന സംസ്ഥാനം ഒരു കുടുംബവും അതിദരിദ്രാവസ്ഥയിൽ ഇല്ലാത്ത നാടായി മാറും. ഇത്തരമൊരു അവകാശവാദം ഉന്നയിക്കാൻ നമ്മുടെ രാജ്യത്ത് മറ്റേതെങ്കിലും സംസ്ഥാനത്തിന് കഴിയോ? എന്താണ്, അവിടെയൊക്കെ ദരിദ്രർ ഇല്ലാത്തതുകൊണ്ടാണോ? അതിദരിദ്രരുടെ എണ്ണം ഇതിനേക്കാളെല്ലാം എത്രയോ കൂടുതലാണ് അവിടെ. അവിടെയാണ് നയം, അവിടെയാണ് നയത്തിന്റെ പ്രാധാന്യം. പാവങ്ങളോടുള്ള കരുതൽ, നാടിന്റെ വികസന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ജനങ്ങളുടെ ക്ഷേമവും, ഇത് രണ്ടും ചേർത്തുകൊണ്ടാണ് LDF സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിനിയും മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ആ മുന്നോട്ടുള്ള യാത്രയിൽ പാലക്കാടും ഞങ്ങളോടൊപ്പം വേണം. അതിന് പാലക്കാടിന്റെ പ്രതിനിധിയായി ഇവിടെ മത്സരിക്കുന്ന ഡോക്ടർ സരിനെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് ഞങ്ങളുടെ ഭാഗമാക്കി അയക്കുക. ഡോക്ടർ സരിന്റെ ചിഹ്നം സ്റ്റെതസ്കോപ്പ്. സ്റ്റെതസ്കോപ്പിൽ വോട്ട് ചെയ്ത് വൻപിച്ച ഭൂരിപക്ഷത്തോടെ അദ്ദേഹത്തെ വിജയിപ്പിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെന്റെ അഭിവാദ്യങ്ങൾ.